നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൻസ് ക്ലിക്സ്. നമ്മുടെ കപ്പലിപ്പം നങ്കൂരത്തിൽ കിടക്കുവാണ്. ഏകദേശം 1.5 മാസത്തെ കട്ട വെയിറ്റിങ്ങിലാണ്. ഇപ്പം നമ്മൾ 30 ദിവസത്തോളം ആയി ഇങ്ങനെ നങ്കൂരത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ കുറേ നാളിങ്ങനെ നങ്കൂരത്തിലൊക്കെ കിടക്കുമ്പം ചിലപ്പോഴൊക്കെ ഇതിൻ്റെ ആങ്കറിൻ്റെ, അതായത് നങ്കൂരത്തിൻ്റെ ചെയിന് കുരുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ 10 ദിവസമൊക്കെ കൂടുമ്പം നങ്കൂരം തിരിച്ചെടുക്കുകയും അതിനുശേഷം തിരിച്ച് ഇടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ നമ്മുടെ നങ്കൂരം എടുക്കുന്നതും അതുപോലെ തിരിച്ചിടുന്നതും പിന്നെ ഈ നങ്കൂരത്തിൻ്റെ ചെയിൻ സൂക്ഷിച്ചിരിക്കുന്ന ചെയിൻ ലോക്കറിൻ്റെ ഉൾവശമൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കുറേ പേരുടെ കുറച്ച് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ കൊണ്ട് വ്യക്തമാകും, ക്ലിയർ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വലിയ താമസമില്ലാതെ വീഡിയോയിലേക്ക് പോകാം. കപ്പൽ നങ്കൂരത്തിൽ കിടക്കുന്ന സമയത്ത് ആ ആങ്കർ ചെയിൻ വഴി കള്ളന്മാർ വലിഞ്ഞു കയറാതിരിക്കാൻ വേണ്ടി മൂടി വെക്കുന്ന ഒരു കവറാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ആങ്കർ പൊക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് തുറന്നതിന് ശേഷം അവിടെ കെട്ടിവെക്കുകയാണ്. ആങ്കർ ഗിയറിൽ ഇട്ടിട്ട് ബ്രേക്ക് അഴിക്കുകയാണ്. അപ്പോൾ ചില കപ്പലുകളിലൊക്കെ മാനുവലി നമ്മൾ ഈ വളയം തിരിച്ച് വേണം ബ്രേക്ക് തുറക്കാൻ. എന്നാൽ ഇവിടെ ഇത് ഹൈഡ്രോളിക് ബ്രേക്കാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്തപ്പോഴേക്കും തന്നെ ഈ ഒരു ബ്രേക്ക് ഓപ്പൺ ആയിട്ട് വരുന്നു. ഈ ഒരു വീഡിയോ 2 കൊല്ലം മുൻപ് ഞാൻ ചീഫ് ഓഫീസർ ആയിരുന്ന സമയത്ത് എടുത്തതാണ്. അപ്പോൾ ബ്രേക്ക് തുറന്നതിന് ശേഷം നമ്മൾ ബൗ സ്റ്റോപ്പർ എന്ന് പറഞ്ഞ ഈ ഒരു സ്ട്രക്ചർ തുറന്ന് പിന്നിട്ട് വെക്കുന്നു. അങ്ങനെ നമ്മൾ ആങ്കർ പൊക്കാൻ ആരംഭിക്കുകയാണ്. കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആങ്കർ പൊക്കുന്ന സമയത്ത് പലപ്പോഴും നല്ല രീതിയിൽ ചെളി ഈ ചെയിനിൽ കാണും. അത് കഴുകിക്കളയാനായിട്ട് ആങ്കർ വാഷിലൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ബോസനാണ് ഈ ആങ്കർ പൊക്കുന്ന ലിവറൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കടലിൽ നിന്നുള്ള വെള്ളം തന്നെ ഫയർ ആൻഡ് GS പമ്പ് എന്ന ഒരു പമ്പ് വഴി നമ്മൾ എടുത്ത് ഈ ആങ്കറിൻ്റെ ചെയിനിലെ ചെളിയെല്ലാം കഴുകിക്കളഞ്ഞുകൊണ്ട് പോവുകയാണ്. വിൻലെസ് എന്ന മെഷീനറിയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ആങ്കർ പൊക്കുന്നത്. വളരെ പയ്യെയാണ് ഈ ആങ്കർ പൊക്കുന്നത്. ചെയിനൊക്കെ നേരെ ചെയിൻ ലോക്കറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചയൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം. ആങ്കർ സ്റ്റേഷൻ, അതായത് ആങ്കർ പൊക്കുകയോ അല്ലെങ്കിൽ ആങ്കർ ഇടുന്ന സമയത്ത് സാധാരണയായിട്ട് ചീഫ് ഓഫീസറാണ് ആ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നത്. ഇപ്പം പുള്ളിയുടെ കൂടെ ബോസനും ബോയ്സൊക്കെ കാണും. കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജിലാണ് ക്യാപ്റ്റൻ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ആങ്കർ പൊക്കുന്ന ഓരോ പ്രോഗ്രസ് കാര്യങ്ങളെല്ലാം തന്നെ വോക്കി ടോക്കി വഴി ചീഫ് ഓഫീസർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ആങ്കർ പൊക്കുന്ന സമയത്ത് ചില സമയത്ത് ചെയിനൊക്കെ നല്ല രീതിയിൽ വലിഞ്ഞ് വെയിറ്റ് വരാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ പൊക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ വിൻലെസിൻ്റെ മോട്ടറൊക്കെ അടിച്ചു പോകും. ക്യാപ്റ്റനോട് ഇൻഫോം ചെയ്യുകയും പുള്ളി അതനുസരിച്ചിട്ട് മെയിൻ എഞ്ചിൻ്റെ സഹായത്തോടെ കപ്പലിനെ കുറച്ച് മുന്നോട്ട്, അതായത് ആങ്കറിൻ്റെ അടുത്തോട്ട് നീക്കുകയും അങ്ങനെ ചെയിനിലുള്ള വെയിറ്റ് കുറച്ച്, അങ്ങനെയാണ് നമ്മൾ സാധാരണ ആങ്കർ പൊക്കാറുള്ളത്. ഈ ആങ്കർ ചെയിൻ്റെ നടുക്ക് ചുവന്ന കളറിലൊരു ഷാക്കിൾ, ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ പേര് ജോയിനിങ് ഷാക്കിളാണ്. അതായത് ഈ ആങ്കർ ചെയിനിനെ 27.5 മീറ്ററിൻ്റെ പല സെക്ഷനായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഓരോ 27.5 മീറ്റർ നീളമുള്ള ആ ഒരു സെക്ഷന് ഷാക്കിൾ എന്ന് പറയും. ഞങ്ങളുടെ ഈ കപ്പലിന് ഓരോ ആങ്കറിനും 12 ഷാക്കിൾ ചെയിനുണ്ട്. അതായത് 12 × 27.5 മീറ്റർ, അതായത് 330 മീറ്റർ നീളം ചെയിൻ ഓരോ ആങ്കറിലും ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി നങ്കൂരം ഇടാമെന്ന് ഒരു തെറ്റിദ്ധാരണ ആൾക്കാർക്കുണ്ട്. അങ്ങനെയല്ല, നടുക്കടലിലൊക്കെ പോയിട്ട് നല്ല ഡെപ്തിലൊക്കെ ആങ്കർ ഇട്ട് കഴിഞ്ഞാൽ ആങ്കർ നിലം തൊടത്തില്ല. കാരണം 330 മീറ്ററോളം മാക്സിമം നമുക്ക് ഈ ആങ്കറിൻ്റെ ചെയിന് നീളം വരുന്നുള്ളൂ. ചില കപ്പലുകളിൽ കുറച്ചും കൂടെ അധികം കിട്ടിയേക്കാം. എന്നാൽ സാധാരണ ഇത്രയൊക്കെ കണ്ടുവരാറുള്ളൂ. ഇപ്പോൾ നമ്മൾ സാധാരണ 100 മീറ്ററോ അതിൽ താഴെയുള്ള സ്ഥലങ്ങളിലാണ് നങ്കൂരം ഇടാറുള്ളത്. ഇപ്പം ഈ ഫ്യുജേറ പോലുള്ള സ്ഥലങ്ങളിലാണ് ഈ ഡീപ്പ് വാട്ടർ ആങ്കറേജ് എന്ന സംഭവം കിട്ടാറുള്ളത്. പഴയ ഷിപ്പൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ആങ്കർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ചെയിന് പൊക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആങ്കർ ഇടുന്നതിന് വലിയ സീനൊന്നും വരുന്നില്ല. പക്ഷേ ആങ്കർ പൊക്കണമെങ്കിൽ അത്രയും വെയിറ്റുള്ള ചെയിനും ആങ്കറൊക്കെ വെർട്ടിക്കലി പൊക്കിയെടുക്കണമെങ്കിൽ നല്ല കപ്പാസിറ്റിയുള്ള വിൻലെസ് ഉള്ള ഷിപ്പിന് അത് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അവസാനം ഇപ്പോൾ ചെയിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളൊക്കെ ഇപ്പോൾ പൊക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല കട്ടച്ചെളിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആങ്കർ വാഷിൽ തന്നെ മൊത്തത്തിൽ ക്ലിയർ ആകുന്നില്ല. ഇപ്പം എക്സ്ട്രാ ഫയർ ഹോസൊക്കെ റിഗ് ചെയ്ത് അതിനെ കഴുകി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മൾ ആങ്കർ പൊക്കി. ആങ്കർ പൊക്കുന്ന സമയത്ത്
പലപ്പോഴും മറ്റ് കപ്പലുകളുടെ പഴയ വയറ് കാര്യങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കിടന്നാൽ പിന്നെ പണിയാണ് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ അത്യാവശ്യം ചെളിയുണ്ട്. നമ്മളിപ്പോൾ ആങ്കർ തിരിച്ചിടാൻ പോകുന്നത് കൊണ്ട് അത് മുഴുവൻ നമ്മൾ ക്ലിയർ ചെയ്യാൻ നോക്കുന്നില്ല. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വെള്ളത്തിലൊക്കെ മുക്കി വെച്ച് ആ ചെളിയെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് സാധാരണ ആങ്കർ പൊക്കിയെടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ കപ്പൽ കുറച്ച് മുന്നോട്ട് മാറി വീണ്ടും നങ്കൂരം തിരിച്ച് ഇറക്കുകയാണ്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് നങ്കൂരം ഇടാം. ഒന്നാമത്തേത് വില്ലസിൻ്റെ സഹായത്തോടു കൂടി പവർ വെച്ചിട്ട് പയ്യെ ആങ്കർ വെള്ളത്തിലോട്ട് ഇറക്കുന്നതാണ് ഒന്നാമത്തെ രീതി. അപ്പോൾ അതിന് വോക്ക് ബാക്ക് എന്ന് പറയും. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ഔട്ട് ചെയ്ത് വില്ലസിനൊന്നും സഹായമില്ലാതെ ജസ്റ്റ് ബ്രേക്ക് തുറന്നു വിട്ടാൽ മതി. അപ്പോൾ ഗ്രാവിറ്റിയുടെ സഹായത്തോടെ നേരെ നല്ല സ്പീഡിൽ ഈ ആങ്കർ വെള്ളത്തിലേക്ക് പതിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിന് ലെറ്റ് ഗോ എന്നാണ് പറയുന്നത്. അപ്പോൾ പഴയ കപ്പലുകളിൽ ഈ ഒരു ലെറ്റ് ഗോ സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. കാരണം ആങ്കറൊക്കെ പഴക്കം ചെല്ലുന്തോറും അതിൻ്റെ ചെയിൻ്റെയൊക്കെ ബലമൊക്കെ കുറഞ്ഞിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്രാവിറ്റിയുടെ സഹായത്തോടെ ശക്തിയായിട്ട് ആങ്കർ താഴോട്ട് പതിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ആങ്കർ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ ഒരു നമ്മുടെ വിൻലെസിൻ്റെ സഹായത്തോടെ പയ്യെ ഇതുപോലെ ഇറക്കുകയുള്ളൂ. പിന്നെ ഡീപ്പ് വാട്ടർ ആങ്കറേജ്, അതായത് ഈ ഫിജേറ പോലെ ഞാൻ പറഞ്ഞല്ലോ 100 മീറ്റർ ആഴമുള്ള ആങ്കറേജിലൊക്കെ നമ്മൾ പയ്യെ ഇതുപോലെ വിൻലെസിൻ്റെ സഹായത്തോടെ ഇറക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്പീഡിൽ സംഭവം വിട്ട് കഴിഞ്ഞാൽ ആങ്കർ അതിൽ പറഞ്ഞു പോകും. നമ്മൾ നങ്കൂരം ഇടാൻ ഉദ്ദേശിച്ച സ്ഥലത്തിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ട് എത്രമാത്രം സെക്ഷൻ ഷാക്കിൾ താഴോട്ട് ഇറക്കണം എന്നുള്ള കാര്യമൊക്കെ ക്യാപ്റ്റനാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ കപ്പലിൻ്റെ നങ്കൂരം മാത്രം കടലിൻ്റെ അടിത്തട്ടിൽ പോയി പതിച്ച് നിന്ന് കഴിഞ്ഞാൽ കപ്പലിനെ പിടിച്ചു നിർത്താൻ സാധിക്കത്തില്ല. ആ നങ്കൂരത്തിനോടൊപ്പം തന്നെ കുറേ നീളത്തിൽ കപ്പലിൻ്റെ ഈ ആങ്കറിൻ്റെ ചെയിൻ കടലിൻ്റെ അടിത്തട്ടിൽ കിടന്നാൽ മാത്രമേ ഉള്ളൂ കപ്പലിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പിടിച്ചു നിർത്താൻ സാധിക്കത്തുള്ളൂ. സാധാരണ ആഴത്തിൻ്റെ 5 മടങ്ങ് നീളത്തിൽ ചെയിൻ എക്സ്ട്രാ നമ്മൾ താഴോട്ട് ലോവർ ചെയ്ത് കൊടുക്കാറുണ്ട്. ക്യാപ്റ്റൻ പറയുന്ന അത്രയും ലെങ്ത് ചെയിനാണ് നമ്മൾ ലോവർ ചെയ്യുന്നത്. എല്ലാം ലോവർ ചെയ്തതിന് ശേഷം നമ്മൾ ബ്രേക്ക് ടൈറ്റ് ചെയ്ത് ബൗ സ്റ്റോപ്പറൊക്കെ ഇട്ട് ഗിയർ ഔട്ട് ചെയ്ത് വെക്കും. അതിനുശേഷം ചെയിന് ആദ്യം ഒന്ന് നല്ല രീതിയിൽ വലിഞ്ഞതിന് ശേഷം അതിൻ്റെ വെയിറ്റൊക്കെ കുറഞ്ഞ് കപ്പലിൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ ആങ്കർ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് കപ്പലിനെ നിർത്തുന്നതാണ്. കൂടുതൽ സമയത്ത് നമ്മൾ ഏതെങ്കിലും തുറമുഖത്തൊക്കെ ചെല്ലുമ്പം വെയിറ്റിംഗ് കിട്ടുന്ന സമയത്താണ് കപ്പലിങ്ങനെ ഒഴുകി നടക്കാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ നങ്കൂരം ഇടുന്നത്. കപ്പലിൻ്റെ ചെയിനൊക്കെ ആദ്യമൊന്ന് നല്ല രീതിയിൽ വലിഞ്ഞിട്ട് ഇപ്പം പയ്യെ അതിൻ്റെ വെയിറ്റ് കുറഞ്ഞ് കപ്പലിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഓരോ കാര്യങ്ങളും ഞാൻ ഇവിടെ നിന്ന് ക്യാപ്റ്റന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുറമുഖ അതിർത്തിയിലൊക്കെ ചെന്ന് നങ്കൂരം ഇടുമ്പം പോർട്ട് അതോറിറ്റീസിനോട് ചോദിച്ച് അവർ പറയുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് നങ്കൂരം ഇടാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം നമുക്ക് കണ്ണി കാണുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി നങ്കൂരം ഇടാനും പറ്റത്തില്ല. ചില സ്ഥലങ്ങളിൽ കടലിൻ്റെ അടിത്തട്ടിലൂടെ സബ്മറീൻ കേബിൾസും പൈപ്പ് ലൈനൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ആങ്കറിങ് നങ്കൂരം ഇടുന്നത് നിരോധിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ അവിടെ പോയി നങ്കൂരം ഇട്ട് കഴിഞ്ഞാൽ അതിനെല്ലാം പൊട്ടിക്കുകയും വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മൾ നങ്കൂരം യൂസ് ചെയ്യുന്നത് നമ്മൾ തുറമുഖമൊക്കെ അടുക്കുന്ന സമയത്ത് ചിലപ്പം മെയിൻ എഞ്ചിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്ന് ഓഫായി പോവുകയൊക്കെ ചെയ്യുമ്പം വേറെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നുമില്ല, ബ്രേക്ക് ഇല്ലല്ലോ കപ്പലിന്. ആ സമയത്ത് ഇമർജൻസിയിൽ കപ്പലിനെ നിർത്താനൊക്കെ ആയിട്ടാണ് നങ്കൂരം നമ്മൾ ഗ്രാവിറ്റിയുടെ സഹായത്തോടെ ലെറ്റ് ഗോ ചെയ്യുന്നത്, അഴിച്ചുവിടുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും നങ്കൂരം ഇട്ടു. അപ്പോൾ ഡേ ടൈമിൽ നമ്മൾ ഇതുപോലൊരു കറുത്ത ബോൾ നമുക്ക് പൊക്കി വെക്കേണ്ടതുണ്ട് ആങ്കർ ഇട്ട് കഴിഞ്ഞാൽ. നേരത്തെ പറഞ്ഞ ആങ്കറിൻ്റെ ചെയിനൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ചെയിൻ ലോക്കറാണിത്. അങ്ങനെ നമ്മൾ എപ്പോഴും തുറക്കാറില്ല. അപ്പോൾ അതിൻ്റെ വെറുതെ നമുക്ക് തുറന്നകത്ത് കയറാനും പറ്റത്തില്ല. കാരണം ഇതിനകത്ത് ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കവർ തുറന്ന് കുറേ നേരം വെന്റിലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അകത്ത് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയിനൊക്കെ ഇങ്ങനെ വലിയ മരണക്കിണർ പോലെ കിണറ്റിൽ കിടക്കുന്നത് പോലെ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു എൻഡ് ഇപ്പറേ കണക്റ്റഡ് ആണ്. നമ്മൾ സാധാരണ ഡ്രൈഡോക്കിലൊക്കെ കപ്പൽ ചെയ്യുന്ന സമയത്ത് ഈ ചെയിനൊക്കെ പുറത്ത് ചാടിച്ചതിന് ശേഷം അതിനകത്ത് ചെളിയെല്ലാം എടുത്ത് കളയുകയും അകത്ത് പെയിൻ്റ് അടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ആങ്കറിൻ്റെ ചെയിൻ്റെ ഏറ്റവും എൻഡ് ഇതുപോലെ കണക്റ്റഡ് ആണ്. ഇതിനെ ബിറ്റർ എൻഡ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഇമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ആങ്കർ പൊക്കാൻ സാധിക്കത്തില്ലാതെ വരികയും ആങ്കർ ഉപേക്ഷിച്ച് പോകണമെങ്കിൽ ഈ ചെറിയ ലോക്കിംഗ് പിൻ മാറ്റി ഈ ചുറ്റിയേക്ക് ഈ വലിയ ഈ പീസ് അടിച്ച് കളഞ്ഞതിന് ശേഷം ആങ്കർ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടിയാണ് ഈ ഒരു ബിറ്റർ എൻഡ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.